അടുത്തത് എക്സ്റേസ് ആണ്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരാളാണ് എക്സ്റേസ്. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപക്ഷെ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമുക്ക് പരിചിതമാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബോണൊക്കെ ഫ്രാക്ചറായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അവർ എക്സ്റേ എടുക്കണമെന്ന് പറയും. കിഡ്നി സ്റ്റോൺ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ എക്സ്റേ കൊണ്ട് സാധിക്കും. അതുപോലെ എക്സ്റേ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഹോളുകളൊക്കെ, ഈ ഗ്യാസൊക്കെ പോകുന്ന പൈപ്പുകളിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്റേ വെൽഡിംഗ് ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഈ വേർഡ് എക്സ്റേ എന്ന് പറയുന്ന വേർഡ് നമുക്കൊക്കെ പരിചിതമാണ്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, വേവ് ലെങ്ത് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച്, യൂസസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഫസ്റ്റത്തെ പോയിന്റ്, എക്സ്റേസ് ക്യാൻ പാസ് ത്രൂ മെനി ഫോംസ് ഓഫ് മാറ്റർ. അത് എക്സ്റേയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് മാറ്ററിൻ്റെ പല ഫോമുകളിൽ കൂടിയും ആ എക്സ്റേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളത്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 3×10⁻16 ഹെർട്സ് മുതൽ 3×10⁻18 ഹെർട്സ് വരെയാണ്. വേവ് ലെങ്ത് റേഞ്ച് 1 നാനോമീറ്റർ മുതൽ 10⁻³ നാനോമീറ്റർ വരെയാണ്. ഇനിയുള്ളത് എക്സ്റേസിൻ്റെ കുറച്ച് യൂസസ് ആണ്. These are used in surgery to detect the fracture, diseased organs, stones in the body, etc. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ ബോണൊക്കെ ഫ്രാക്ചറായി പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ബോണിൻ്റെ എക്സ്റേ എടുക്കലാണ്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതും എക്സ്റേ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു യൂസാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. These are used in surgery to detect the fracture, diseased organs, stones in the body, etc. അതുപോലെ തന്നെ എക്സ്റേ വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വേർഡ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടതാണ് സെക്കൻഡ് പോയിന്റ്. These are used in engineering to detect fault, crack on bridges, testing of wells, etc. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഫോൾട്ടുകളോ അതല്ലെങ്കിൽ ബ്രിഡ്ജുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്കുകളോ അതല്ലെങ്കിൽ വെൽഡിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അതൊക്കെ നമുക്ക് എക്സ്റേ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദീസ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്. നമ്മൾ മെട്രോ സ്റ്റേഷൻസിലോ അതല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ചെറിയൊരു ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലഗേജ് ഒരു ട്രോളിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കടത്തി വിടേണ്ടി വരും. എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ എക്സ്റേ ഉപയോഗിച്ചിട്ടാണ്, എക്സ്റേയും മറ്റു തരത്തിലുള്ള ചില സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് അവർ ചെക്ക് ചെയ്യുന്നത്. അതും നമുക്ക് അതിൻ്റെ എക്സ്റേയുടെ യൂസസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ്, ദീസ് ആർ യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് റിസർച്ച്. നമ്മുടെ സയൻറ്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പല എക്സ്പെരിമെൻറ്റ്സും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ചില എക്സ്പെരിമെൻറ്റുകളിലൊക്കെ നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു യൂസാണ്. രണ്ടാമത്തേത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു യൂസാണ്. മൂന്നാമത്തേത് നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു യൂസാണ്. നാലാമത്തേത് നമ്മുടെ സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു യൂസാണ്. ഇത്രയുമാണ് നമുക്ക് എക്സ്റേസിൻ്റെ കീഴിൽ പറയാനുള്ള കുറച്ച് യൂസസ്.